ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. തമ്പനയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ കൂടുതൽ പറഞ്ഞ് ഞാൻ ചളവാക്കുന്നില്ല. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ മോണി ആയിരിക്കുകയാണ്. മോണിറ്റൈസേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിന്ദുജ, സ്ഥലം ആലപ്പുഴ, അമ്പലപ്പുഴ. അമ്പലപ്പുഴ അമ്പലമൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? ആ അമ്പലത്തിനടുത്താട്ടോ എൻ്റെ വീട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ മോണി മുഴുവൻ, അതായത് നമ്മുടെ വാച്ചിൻ്റെ 4000 കംപ്ലീറ്റ് ആക്കിയെന്ന് പാർട്ട് പാർട്ടായിട്ട്, അതായത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആകുമായിരിക്കും, എങ്കിലും അതിന് വേണ്ടി പറയാനുണ്ട്. അത് ഞാൻ കുറച്ച് ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, പുതിയ തുടക്കക്കാർക്ക് ചാനൽ തുടങ്ങി 1K 1000 സബ് പോലും ആകാത്ത ആൾക്കാർ ഓടി നടക്കുക ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. വേറെ ആരോ പുറത്തുനിന്ന് നമ്മൾ പറയുമ്പം എല്ലാവരും കൂടെ നമുക്ക് വലിയ എന്തോ ഒരു സംഭവമാക്കി വെച്ചേക്കോ, പേടിപ്പിച്ചിട്ട്. അപ്പം അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. വേണമെന്ന് വിചാരിച്ചാൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന പോലെ നമുക്കും പറ്റുന്നേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഫോൺ 2021 എടുക്കുമ്പോഴേ ചാനലുണ്ട്, ഷോർട്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ചാനൽ ആക്റ്റീവാണ്, ചാനലുണ്ട്, പക്ഷെ ഷോർട്സോ വീഡിയോസോ ഒന്നും അങ്ങനെ ഒരു പ്ലാനിങ്ങേ ഇല്ലായിരുന്നു. മെയ് മാസം ഇതുപോലെ മക്കളും ഭയങ്കര നിർബന്ധം, ഞങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങി താന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മെയ്യിൽ ചാനൽ തുടങ്ങി. ഷോർട്സ് ഇടുമെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യും, ടൈറ്റിലിടും. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ ഹാഷ്ടാഗ് കൊടുക്കാനോ കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ സബ് അങ്ങനെ അധികം ഒന്നും കയറുന്നൊന്നുമില്ല. നമുക്ക് പരിചയമുള്ളവർക്ക് നമ്മൾ ഷോർട്ട് ഇട്ടിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് നമുക്കറിയാവുന്ന കുറച്ച് പേർക്ക് ഷെയർ ചെയ്യും. ചിലർ കാണും, ചിലർ കാണത്തില്ല. അങ്ങനെ ഒരു 10 ലൈക്ക് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇതൊക്കെ കുറച്ചും കൂടെ പഠിക്കണമെന്ന് ഓർത്തിട്ട് വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. ഷോർട്സ് എങ്ങനെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം, അങ്ങനെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്കിലും സബ് വലുതായിട്ടൊന്നും കയറുന്നുമില്ല. ഒരു 100 സബ്ബായി കഴിഞ്ഞപ്പോഴത്തേക്കും, അതും ഈ 100 സബ് ആക്കിയത് തന്നെ സത്യത്തിൽ നമ്മളിങ്ങനെ ലിങ്ക് ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് അവർ വേറെ അങ്ങനെ 100 സബ് സത്യത്തിലായത്. 100 സബ്ബായി കഴിയുമ്പോൾ നമുക്ക് ലൈവ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ മെയിലിൽ ഇങ്ങനെ കണ്ടു. പക്ഷേ യൂട്യൂബിന് ഇങ്ങനെ ക്രൈറ്റീരിയ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. എനിക്ക് ഈ ചാനലിനോട് വലിയ താല്പര്യമില്ല. അവരച്ഛനും മക്കളും വീഡിയോസ് ഇടുന്ന അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്നോ വീഡിയോസ് ഇടണം ഇങ്ങനെയുള്ള ഒന്നും അറിയത്തില്ല. അങ്ങനെ 100 സബ് കഴിഞ്ഞ് അച്ഛനും മക്കളും കൂടെ ലൈവ് തുടങ്ങി. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു 16 വയസ്സിന് താഴെയുള്ള മക്കളെ ലൈവിലിരുത്തി കഴിഞ്ഞാൽ ലൈവ് കട്ടാകും, അത് ചാനലിന് എതിരാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ലൈവ് തന്നെ മക്കളാണ് ഇരുന്നത്. എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ അറിയാത്തവരോട് പറയാണ്, 16 വയസ്സിന് താഴെയുള്ള മക്കളെ ലൈവിൽ ഇരുത്താൻ പാടില്ല. ഫസ്റ്റ് ലൈവ് തന്നെ എൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്കായി. അന്നേരം നമുക്ക് മെയിൽ വന്നു, ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ 3 ആഴ്ചത്തേക്ക് നമ്മുടെ ലൈവ് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ജൂൺ 30-ാം തീയതി വരെയൊക്കെ നമുക്ക് ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ലൈവ് ഇടാൻ പിന്നെ പേടിയായിപ്പോയി. ആർക്കും അറിയത്തില്ലല്ലോ, ഹസ്ബൻഡിന് സമയം കിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു എന്താ ആദ്യത്തെ ബ്ലോക്കായി, ഇനിയും ബ്ലോക്ക് ആകുമോ എന്തുവാ എങ്ങനെ. അപ്പം നമ്മൾ ഈ ബ്ലോക്കായ സമയത്ത് മറ്റുള്ളവർ ലൈവിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജൂലൈ 22-ാം തീയതി ഫസ്റ്റ് ലൈവ് ആദ്യത്തെ കട്ടായതിനു ശേഷം ഹസ്ബൻഡും മക്കളും കൂടെ ലൈവ് ചെയ്തു. അത് പക്ഷെ നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് 8K അടിച്ച ലൈവാണ്, 250 ഒക്കെ ലൈക്കും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ലൈവ് ചെയ്യുമ്പോൾ സബ് കയറി, അത്യാവശ്യം നല്ല രീതിയിൽ സബ്ബൊക്കെ കയറി. പക്ഷെ ഹസ്ബൻഡിന് എപ്പോഴും മക്കളുടെ ലൈവ് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്നിട്ട് പറയും മക്കളെ ഇരുത്തരുതെന്ന് പറയുമ്പോൾ നമ്മൾ മക്കളെ അങ്ങ് മാറ്റും. അതിനുശേഷം ഓഗസ്റ്റ് ഓണത്തോടൊക്കെ അടുത്ത് വന്നപ്പോഴത്തേക്കുമാണ് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ക്രൈറ്റീരിയ ഉണ്ട്, വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണം, വീഡിയോസ് ഇടണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളും ഹസ്ബൻഡ് ഇതുപോലെ പറഞ്ഞ് ഫ്രീ സമയത്ത് നീ ഒന്ന് ലൈവിലിരിക്കണം, അല്ലാതെ പറ്റത്തില്ല, സമയവും നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാട്ടോ. നമ്മുടെ ഈ ജോലി തിരക്ക്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, BA മലയാളം ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, ചെറിയൊരു ചെറുകിട സംരംഭം പോലെ എനിക്ക് വീട്ടിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനും കൂടി വേണ്ടി എങ്ങനെ സമയം കണ്ടെത്തുന്നൊരു ടെൻഷനായിരുന്നു. പക്ഷേ മക്കൾ സ്കൂളിൽ പോയിട്ട് എന്നും വന്നിട്ട് ചോദിക്കും, അമ്മേ ഇന്ന് ലൈവ് ഇരുന്നോ,
കാരണം അതുങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ. അത് അവരോട് എന്ത് പറയുമെന്നൊരു ഇതുകൊണ്ട് പകല് സമയം ഞാൻ ലൈവ് ഇരിക്കാൻ തുടങ്ങി. പാടെന്ന് വെച്ചാൽ ഒത്തിരി പാടോട് പാടാം. എന്തെങ്കിലും നമ്മൾ ലൈവ് അങ്ങോട്ട് തുറന്നിരിക്കുമ്പോൾ കുറേ നല്ല ആൾക്കാർ വരും. അതിൻ്റെ ഇടയ്ക്ക് നിനക്കൊന്നും വേറൊരു പടിയില്ലേ, പിന്നെ വീട്ടിലിരിക്കുന്നവരെ മോശം തെറിവിളികൾ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പേടിച്ച് പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്ത് മൈക്ക് ഓഫ് ചെയ്തിട്ട് മാറിയിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ ഓണാക്കും. പിന്നെ എനിക്ക് ലൈവ് മൊത്തത്തിലേ ഒരു മടുപ്പായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 1 മണിക്കൂറൊക്കെ കഷ്ടിയിരിക്കും. ഒരു 10 ലൈക്ക് വാച്ചിൻ്റെയും ഒരു കഷ്ടിച്ചൊരു 200 വരെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിനി പറ്റത്തില്ല, വാച്ചിൻ്റെയും കയറുന്നില്ലല്ലോ, എനിക്കിനി പറ്റത്തില്ല എന്ന്. ഞാൻ തീർത്തും എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊരു ഇതിൽ ഭയങ്കര മടുപ്പ്. പിന്നെ കുറേ നാൾ ഞാൻ ലൈവ് ചെയ്യാതിരുന്നു. സെപ്റ്റംബർ 18 മുഴുവൻ ഞാൻ ലൈവ് ചെയ്യാതേയിരുന്നു, ചെയ്യത്തേ ഇല്ലായിരുന്നു. അതിനുശേഷം ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും മക്കൾ ഷോർട്സ് ഇട്ടിട്ട് കയറുന്നില്ല. 2 ദിവസം കയറും, പിന്നെ അവരുടെ കമന്റ് താനെ ഓഫ് ആവുന്നു. മക്കളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ അങ്ങനെ പറയല്ലേ, നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം പറഞ്ഞു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് നമുക്ക് എങ്കിൽ ചാനൽ മോണിയാക്കി എടുക്കണം എന്നും കരുതി ഞങ്ങൾ പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഞാൻ അന്ന് മുതലാണ് സത്യത്തിൽ, അതൊരു ഒക്ടോബർ ലാസ്റ്റ് മുതലൊക്കെയാണ് ഞാൻ ശരിക്കും മോണിയാക്കണം. എനിക്ക് അങ്ങനെ എല്ലാവരും മോണിയായെന്ന് പറയുന്നു, എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട്, എനിക്കും കിട്ടണം എന്നൊരു ചിന്തയിൽ അന്ന് മുതലാണ് ഞാൻ ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഹാർഡ് വർക്ക്, ശരിക്കും ലൈവിന് സമയം കണ്ടെത്തി. അതായത് ഒരു ദിവസം തന്നെ പല സമയത്ത് ലൈവ് ഇട്ട് നോക്കി എപ്പോഴാണ് വ്യൂവേഴ്സ് ഉള്ളത്. അപ്പൊ എനിക്ക് 11 മണിക്കൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 11 മണിക്ക് ലൈവ് ഇട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പം കട്ട് ചെയ്തിട്ട് വൈകുന്നേരം 7 മണിക്കത്തെ ലൈവ് ഒരു 9:30 വരെ ഇത്രയും സമയമൊക്കെ ആക്കി ലൈവ് തുടങ്ങിയപ്പം ആദ്യം ആദ്യം ആൾക്കാരേ ഇല്ല. 10 പേര് അല്ലെങ്കിൽ അതിന് താഴെ ആൾക്കാർ വന്ന് എന്തെങ്കിലും ചോദിച്ചങ്ങ് പോകും. എന്നിട്ടും പകലൊക്കെ ലൈവ് ചെയ്യുമ്പോഴും ആൾക്കാരില്ലാഞ്ഞിട്ടും വരുന്ന 2-3 പേര് എന്നെ നിർബന്ധപൂർവ്വം പിടിച്ചിരുത്തും. ചേച്ചി ഇപ്പൊ പോവണ്ട, ഇരിക്ക്, ആരെങ്കിലും വരും, വന്നിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ തന്നെ എന്തെങ്കിലും വർത്താനം എല്ലാം പറഞ്ഞിരുന്ന് ലൈവ് ചെയ്ത്. പക്ഷെ അങ്ങനെ ക്ഷമിച്ച് ഇരുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ലൈവ് ഇട്ട അതിനുശേഷം ഒരു നവംബർ ഒക്കെ ആയപ്പോൾ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ വ്യൂവേഴ്സ് ആയി തുടങ്ങി. ആ ഒക്ടോബർ ലാസ്റ്റ് തൊട്ട് വാച്ചിൻ്റെയും അത്യാവശ്യം നല്ല രീതിയിൽ കയറാൻ തുടങ്ങി. അപ്പം ലൈവ് ചെയ്ത് തുടങ്ങുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ആദ്യം ലൈവ് തുടങ്ങുമ്പം ആൾക്കാരില്ല, നമുക്ക് ഒട്ടും ആളില്ല എന്ന് തോന്നിയാലും നമ്മൾ ക്ഷമിച്ചിരിക്കുക. നമുക്ക് പെട്ടെന്ന് ഇട്ട് കളഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മൾ ക്ഷമിച്ചിരുന്ന് നമുക്ക് വ്യൂവേഴ്സിനെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് വേഗം വാച്ചിൻ്റെയും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പം ആ സമയത്ത് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം അതുകൊണ്ടാണ് ഇത്രയും വേഗം ഒക്ടോബർ, നിങ്ങൾക്ക് കണക്ക് കൂട്ടി അറിയാം, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 28 ഞാൻ ഹാഫ് മോണിയായി. ഫെബ്രുവരി 20 ആയപ്പോൾ ഞാൻ ഫുൾ മോണിയുമായി. സത്യത്തിൽ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 8 മാസം ആയെങ്കിലും 4 മാസത്തെ ഹാർഡ് വർക്കാണ് എനിക്കിങ്ങനെ വാച്ചിൻ്റെയും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അപ്പം അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, കുറച്ചധികം അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ ലൈവ് ചെയ്യാൻ ഒരു ദിവസം അല്പസമയം താമസിച്ചാലും ഷോർട്സിനൊക്കെ താഴെ വന്ന് കമന്റ് ചെയ്യും, എന്താ ചേച്ചി ഇന്ന് ലൈവ് ഇല്ലേ ചോദിച്ചോട്ടെ. കാരണം അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ സമയത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് നമ്മുടെ വാച്ചിൻ്റെയും 4000 കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ലൈവ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ നേരിട്ട വേറൊരു പ്രശ്നമാണ് ബാഡ് കമന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബാഡ് കമന്റ് പേടിച്ച് ലൈവ് ചെയ്യാത്ത ഒത്തിരി സുഹൃത്തുക്കളെ എനിക്കറിയാം കേട്ടോ. നമ്മുടെ ലൈവിൽ വരുന്നവരൊക്കെ പറയും, ചേച്ചി മെസ്സേജ് ഇട്ട് ചോദിക്കും, ചേച്ചി ഞങ്ങളെ ലൈവ് ചെയ്യാത്തത്, അവർക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വീട്ടിൽ നമ്മുടെ മക്കളുടെയും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കുന്നവർക്ക് ചാനൽ കൊണ്ട് ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും വരുമാനം ആകുമല്ലോ എന്ന് കരുതിയിട്ട് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമേ ലൈവ് ചെയ്ത് ബാഡ് കമന്റ് പേടിച്ചിട്ട് ലൈവ് നിർത്തിയിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളെ എനിക്കറിയാം. അപ്പൊ അവരോടൊക്കെ, അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ, ലൈവ് ഇതുവരെയും ലൈവ് ഇടാൻ പേടിച്ചിട്ട് ഇടാത്തവരും ഒക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ പറയാനുള്ളത്, പേടിയെ നമുക്കങ്ങ് ആദ്യം എടുത്തു കളയാം. അതാണ് ഏറ്റവും നല്ല വഴി. നമുക്ക് ബാഡ് കമന്റ് ഇടാൻ വരുന്നവര് നമുക്ക് വാച്ചിങ് ടൈമാ ഒരു തരത്തിൽ തരുന്നത്, നമ്മളത് ചിന്തിക്കാഞ്ഞിട്ടാ. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെയൊക്കെ പോലെ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എതിരെ എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർ പറയും, ചേച്ചി നിർത്തണ്ട, എന്റെ മുഖമൊക്കെ അങ്ങ് കരയാൻ പോകുന്ന പോലെ ആകുമ്പോൾ അവര് പറയും, ചേച്ചി നിർത്തണ്ട, ചേച്ചി വായിച്ചോ, അത് മൈൻഡ് ആക്കണ്ട എന്ന് പറയും. നമുക്ക് ഈ ലൈവ് തുടങ്ങുന്ന സമയത്ത് ബ്ലൂ കൊടുക്കുക, ടൈം ഔട്ട്, ഹൈഡ് കൊടുക്കുക, ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ലൈവ് ലൈവിൽ വരുന്നവർ പറയും അത് ടൈം ഔട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ കൊടുക്കും? അപ്പൊ അവിടെ നിൽക്കുന്നവർ പറയും ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഇതൊന്നും ഓരോന്നായിട്ട് പഠിച്ചത്.
ബ്ലൂ കൊടുക്കുന്ന പോലും അങ്ങനെയാ പഠിച്ചത്. പിന്നെ ലൈവിൽ കൂടുതൽ സമയം വന്ന് നിൽക്കുന്നവർക്ക് നമ്മൾ ബ്ലൂ കൊടുക്കുമ്പോൾ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവര് ഈ വരുന്ന മെസ്സേജൊക്കെ ഹൈഡ് ആക്കുകയും ഒക്കെ ചെയ്യാം. അതൊന്നും നമുക്ക് തിരിച്ചു പറയത്തില്ല. ഇപ്പൊ പക്ഷെ ലൈവിൽ വന്നതാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയും. ഡാന്ന് വിളിച്ചാൽ ഡി, ഡി എന്ന് വിളിച്ചാൽ ഡാ, അങ്ങനെയൊക്കെ നമ്മൾ അതാണ് നമുക്ക് സത്യത്തിൽ വേണ്ടത്. നമ്മൾ പെൺപിള്ളേർ ഭയങ്കര ബോൾഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആ പേടി മാറും. പേടിച്ചൊതുങ്ങാനാണെങ്കിൽ നമുക്ക് എന്നും ഇങ്ങനെ പേടിച്ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കൊരു സ്വന്തമായിട്ട് വരുമാനം വേണ്ടേ? സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വീട്ടമ്മമാർക്കും യൂട്യൂബ് ഒത്തിരി, ഈ ലൈവ് ഒക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒരു ഓപ്ഷനാ യൂട്യൂബ് തരുന്നത്. അത് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് പേടിയായിട്ടാ. ഞാൻ പേടിച്ചിരുന്ന, എനിക്ക് ഇറങ്ങിപ്പോയാലെന്ന് ആലോചിക്കുക, ലൈവ് കട്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയാലെന്ന് ആലോചിക്കുക. അന്നേരമാണ് ആലോചിക്കുന്നത് എതിരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കുറച്ചധികം പേരുണ്ടല്ലോ, അവരോട് നമുക്കൊരു സ്നേഹവും കടപ്പാടും ഒക്കെ ഇല്ല. അതിന്റെ പുറത്ത് ഞാൻ ഇരുന്ന് ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ലൈവ് ചെയ്യാൻ പേടിക്കരുത്. ബാഡ് കമന്റ് വന്നാൽ അത് ഹൈഡാക്കാനും റിമൂവ് ചെയ്യാനും ബ്ലോക്ക് ആക്കാനും ഒക്കെ യൂട്യൂബ് നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ട്. നമ്മൾ ലൈവ് ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. അത് പേടിച്ച് എന്നെ പോലുള്ള വീട്ടമ്മമാർ ഒരിക്കലും ലൈവ് ചെയ്യാതിരിക്കരുത്. ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അതുപോലെ തന്നെ ആദ്യമൊക്കെ ആണല്ലോ ഈ ഓരോ വീഡിയോസും കാണും. ഞങ്ങള് 4000 വാച്ചിന്റെയും കംപ്ലീറ്റ് ആക്കി. ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത് എങ്ങനെ സാധിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ ലൈവ് ചെയ്ത് നമ്മുടെ വാച്ചിങ് ടൈം ഇങ്ങനെ നീങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അവർക്ക് പറ്റിയെങ്കിൽ നമുക്ക് പറ്റും, എനിക്ക് പറ്റിയെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ 1000 സബ് പോലും ആകാത്ത, വാച്ചിങ് ടൈം നീങ്ങുന്നില്ല എന്ന് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുക, നമ്മൾ ലൈവ് ചെയ്താൽ കറക്റ്റ് സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ലൈവ് ചെയ്ത് നമുക്ക് വാച്ചിങ് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എന്നെ പോലെ ഞാനിപ്പോ ഇത്രയും സമയം എടുത്തില്ലേ, 3 മാസം കൊണ്ട് കണ്ടിന്യൂസ് ലൈവ് ചെയ്ത് മോണിയായി ഫസ്റ്റ് പേയ്മെന്റ് വാങ്ങിച്ച ഒത്തിരി സുഹൃത്തുക്കളെ എനിക്ക് അറിയാം. അപ്പൊ അവരെ കണ്ടു തന്നെ കേട്ടോ ഞാനും അത് ചെയ്തത്. അവരുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാണാനായിട്ട്. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പേടിച്ചിരിക്കാനാണെങ്കിൽ നമുക്ക് അതേ പറ്റത്തുള്ളൂ. അങ്ങനെ പാടില്ല. നമുക്ക് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമുക്ക് ചാനലിൽ നിന്ന് ഒരു വരുമാനം കിട്ടണമെങ്കിൽ ഈ 4000 വാച്ചിങ് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ആദ്യം നമ്മൾ 1000 സബ്, നമുക്ക് ചാനൽ ഫുള്ള് മോണിയായി കിട്ടണമെങ്കിൽ 1000 സബ്, 3 വീഡിയോസ് ഇടണം, 4000 വാച്ചിങ് ടൈം. ഹാഫ് മോണിയാണ് നമുക്ക്. ഹാഫ് മോണി ആവണമെങ്കിൽ 500 സബ് മതി, 3000 വാച്ചിങ് ടൈം. അപ്പൊ ഈ 3000 ആയി കഴിയുമ്പോൾ നമുക്ക് ഹാഫ് മോണി ആവും, 4000 ആകുമ്പോഴത്തേക്കും ഫുൾ മോണി ആവും. അപ്പൊ നമ്മൾ ആദ്യം 1000 സബ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ 3000 വാച്ചിങ് ടൈമിനെ നോക്കിയാൽ മതി. 3000 ഒക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ 4000 ആവും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ എല്ലാവരോടും സബ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നു തന്നെ നമുക്ക് സബ് കൂടും. പക്ഷെ അത് നമുക്ക് സ്പാം ആയി പോകും. നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും ഷോർട്സ് ചെയ്യുമ്പോഴും നമുക്ക് സബ് നല്ല ശരിക്കും കൂടും. ഈ സബ് ഷോർട്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്ക് സബ്, ഞാൻ പറയല്ലോ, പെട്ടെന്ന് കയറും. ചില ലൈവൊക്കെ കഴിയുമ്പോൾ നമുക്ക് 50-100 സബൊക്കെ കയറും. അത് നമ്മൾ മറ്റുള്ള ലൈവിൽ പോയി കൂട്ട് ചോദിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം 1 മണിക്കൂറോ 2 മണിക്കൂറോ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സബ് കൂട്ടാൻ. ഈ സബ് കൂടുന്നില്ല എന്നൊരു പരാതി ഉള്ളവർക്കാണെങ്കിൽ സബ് കൂട്ടാൻ ഏറ്റവും നല്ല മാർഗം ഷോർട്സ്. പിന്നെ ഷോർട്സ് ചിലർ പറയും ഷോർട്സ് ഇട്ടിട്ട് കയറുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ എല്ലാ സമയത്തും ഷോർട്സ് ഇട്ട് നോക്കുക. നമ്മൾ സ്ഥിരം ഷോർട്സ് ഇടുന്ന സമയത്ത് നമ്മുടെ ഷോർട്സ് കയറുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ വേറെ സമയത്ത് ഇട്ട് നോക്കുക. അപ്പൊ ആ സമയത്ത് ആ കയറുന്ന സമയം ഏതാണോ പിന്നെ നമ്മൾ ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇട്ട് പോകാൻ നോക്കുക. ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ മക്കളൊക്കെ ചെയ്യുന്ന സമയത്ത് 3 ഷോർട്സ് ഒക്കെ ഇടുമായിരുന്നു. അത്യാവശ്യം സബൊക്കെ ആയി തുടങ്ങുമായിരുന്നു. പിന്നെ മക്കളുടെ ഷോർട്സിലെ കമന്റ് ഒക്കെ തന്നെ യൂട്യൂബ് തന്നെ ഓഫ് ആക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഷോർട്സ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഷോർട്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ സദാചാരം. നിനക്ക് വേറെ ജോലിയില്ലേ, കോമാളിത്തരമാണോ കാണിക്കുന്നത്, ഷോൾ ഇട്ടൂടെ, എന്തിനാ അങ്ങനെ അവർ പറയുന്നതൊന്നും അറിയത്തില്ല. പക്ഷെ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിച്ച് ഒതുങ്ങും, അല്ലെങ്കിൽ അവരിനി ചെയ്യത്തില്ല എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. പക്ഷെ പറയുന്നവർ പറയട്ടെ, നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നമ്മുടേത് മാത്രമാണ്. നമുക്ക് എന്താ ആഗ്രഹം ഉള്ളതെന്നോ നമ്മുടെ ലക്ഷ്യം എന്താണെന്നോ എതിരെ നിന്ന് പറയുന്നവർക്ക് അറിയത്തില്ല. അവരെപ്പോഴും നമ്മളിൽ എന്ത് കുറ്റമുണ്ടോ അതേ നോക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞേ, എന്താ ഇപ്പൊ ജോലി, വേറെ പണിയൊന്നും ഇല്ലേ, ഓരോ ഫോണും പിടിച്ചങ്ങ് നടക്കും, ഏത് സമയം നോക്കിയാൽ ലൈവ് ഇരിക്കുമെന്ന് എല്ലാ അമ്മച്ചിമാരും ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുവാണല്ലോ, വേറെ ഒരു പണിയില്ല, ഇറങ്ങിപ്പോടി, ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നവരും ഉണ്ട്. പക്ഷേ എല്ലാ ചാനലും ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയൊരു നിലവിൽ ചാനലുള്ളവരോട് ഞാൻ പറയുക, നമ്മുടെ ജോലിയാണിത്.
നമ്മൾ ജോലി ചെയ്താൽ യൂട്യൂബ് നമുക്ക് വരുമാനം തരുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ജോലി ചെയ്തുകൂടാ? ആ ചിന്ത വന്ന അന്ന് മുതലാട്ടാ ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ യൂട്യൂബ് ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ? എന്റെ ജോലി ആദ്യമൊക്കെ ലൈവ് ഇരിക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കും എന്താ ജോലി, ഞാൻ പറയും ഹൗസ് വൈഫ് ആണ്. ഇപ്പൊ ചോദിച്ചാൽ ഞാൻ ധൈര്യത്തെ പറയും എന്താ ജോലി, യൂട്യൂബർ ആണ്. അതിൽ നമ്മൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്തിനാ നാണക്കേട് വിചാരിക്കുന്നത്? ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ കുറച്ചിലൊന്നും അല്ല. നമുക്ക് നമ്മുടെ ഒരു വീഡിയോസ് വൈറലായി അല്ലെങ്കിൽ നമുക്ക് അതിന് ഏൺ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യമൊന്നും അല്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹവും യൂട്യൂബിൽ നിന്ന് വരുമാനം നേടണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് എല്ലാ മോട്ടിവേഷൻ വീഡിയോസും കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റും, 2 ദിവസം ലൈവ് ചെയ്ത് 3ന്റെ അതേ ബാഡ് വന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് കട്ടയമ്പടം മടക്കാനാണെങ്കിൽ എങ്ങും നമുക്ക് ഈ ചാനലുമായിട്ട് എത്താൻ പറ്റത്തില്ല എന്നാട്ടെ എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒത്തിരി പേരെ അറിയാം. അവർ സമ്മതിക്കത്തില്ല, വീട്ടുകാർ കുടുംബക്കാർ പ്രശ്നമാണ്, അവരത് പറയുന്നു, അത് അങ്ങനാണ്, നമ്മുടെ മക്കൾക്ക് നാണക്കേടല്ലേ നമ്മൾ ഷോർട്സിൽ. എന്ത് നാണക്കേടാ? നമ്മളൊരു വരുമാനം ഉണ്ടാക്കുന്നത് തെറ്റാണോ? നമ്മൾ വേറെ മോശം പ്രവൃത്തികൾ ചെയ്തിട്ടൊന്നും അല്ല വരുമാനം ഉണ്ടാക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഫ്രീ ആകും, നമുക്ക് എത്രത്തോളം സന്തോഷം അനുഭവിക്കാൻ പറ്റും എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വരുമാനം, നമ്മൾ വരുമാനത്തെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത്. നമുക്ക് ഈ വരുമാനം കിട്ടുമ്പോൾ സന്തോഷം, എനിക്കിവിടെ ചെറുകിട സംരംഭം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് എനിക്ക് തുച്ഛമായിട്ടൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിക്കുന്നുണ്ടെന്ന്. അപ്പം നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോയിട്ട് എനിക്കൊരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ എനിക്ക് പഠിത്തത്തിനും എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾക്കും ഒക്കെ, നമ്മൾ പുറത്തോട്ട് പോയിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള മിഠായി വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് സമയം കളയുന്നത്, നമ്മൾ പാഴാക്കി കളയുന്ന സമയം നമ്മൾ ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ യൂട്യൂബ് ചാനൽ കൊണ്ട് വരുമാനം നേടിയ മറ്റുള്ളവരുടെ പോലെ നമുക്കും അത്രയൊന്നും അല്ലെങ്കിലും കുറച്ച് ചെറിയൊരു എമൗണ്ട് എങ്കിലും ഒക്കെ നമുക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഇനി എനിക്ക് ഈ ലൈവ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഓടി നടന്ന എല്ലാവരോടും കുറേ കാര്യങ്ങൾ അങ്ങ് ചോദിക്കും. അയ്യോ കോപ്പിറൈറ്റ് വന്നാൽ എന്ത് ചെയ്യും, ഷോർട്സ് കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അന്നേരം ഈ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം അവർ പറഞ്ഞു കോപ്പിറൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയേക്കും. ഞാൻ ഓടി നടന്ന് എൻ്റെ കോപ്പിറൈറ്റ് വന്ന വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോപ്പിറൈറ്റ് വന്നാൽ നമുക്കത് മ്യൂട്ട് ചെയ്യും. എവിടെയാണോ കോപ്പിറൈറ്റ് വന്നത് ആ ഭാഗം മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ യൂട്യൂബ് തരുന്നുണ്ട്. നമ്മൾ ആദ്യം അത് വേണം കേട്ടോ മനസ്സിലാക്കാനായിട്ട്. എനിക്ക് പറ്റിയ അബദ്ധം പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആർക്കും സംഭവിക്കരുത്. കോപ്പിറൈറ്റ് വന്നാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആട്ടോ നമ്മുടെ ചാനലിന്റെ പ്രശ്നം. കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത് മ്യൂട്ട് ആക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഷോർട്സ് എല്ലായ്പ്പോഴും ഷോർട്സിന്റെ വ്യൂസ് നമുക്ക് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, എങ്കിലും ഷോർട്സിന് നമുക്ക് സബ് കിട്ടും. വീഡിയോസ് അതുപോലെ പതുക്കെ വീഡിയോസ്. എനിക്കും ഏറ്റവും കൂടുതൽ ഒരു അമ്പലപ്പുഴ അമ്പലത്തിലെ വീഡിയോ ചെയ്തതിന് മാത്രം 850 വ്യൂസ്, അതിനപ്പുറം പോയിട്ടേ ഇല്ല. പക്ഷെ അതിന് സബും കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല വാച്ച് ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് പേടിക്കേണ്ട. ഷോർട്സും വീഡിയോസും ലൈവും ഒക്കെ ചെയ്ത് എന്നെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും ചാനൽ ആദ്യം മോണിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആരെയും കണ്ട് മറ്റൊരു ചാനലുകാരെയും കണ്ടിട്ട് നമ്മൾ ഇതാക്കല്ലേ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഹസ്ബൻഡ് 2 മക്കൾ. ഹസ്ബൻഡ് പറയും നിനക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്യാം, നീ അത് ചെയ്യല് ഇത് ചെയ്യല് അങ്ങനൊന്നും പറയുന്ന ആളല്ല കേട്ടോ. അത് ആദ്യം പറയട്ടെ. പുറത്തൊന്നും വേറെ ആരുടെ ഒരു സപ്പോർട്ടും ഇല്ല. നമുക്ക് ഏറ്റവും എന്റെ വിചാരം എന്ന് പറയാം, ഞാൻ ചാനൽ തുടങ്ങി ഷോർട്സ് തുടങ്ങി, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ ഓടി വന്ന് അതിന്റെ താഴെ അടിപൊളി ബിന്ദുജെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നൊക്കെ ഉള്ള വിചാരമായിരുന്നു കേട്ടോ. എന്നെ പോലെ അങ്ങനെ വിചാരിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്റെ വിചാരം അതാ. ചാനൽ തുടങ്ങി പിന്നെ എന്നും എന്നെ വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ വന്നിട്ട് ഇതേ അടിപൊളിയായിട്ട് കമന്റ് ചെയ്തിരിക്കുക സൂപ്പർ എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം തെറ്റായിരുന്നു. അവരാരും എന്റെ ചാനൽ തിരിഞ്ഞു നോക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവരാരും എന്റെ ഒരു ഷോർട്സിന്റെ താഴെ കൊള്ളാന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടില്ല. ഇന്ന് വരെ നേരിട്ട് കണ്ടാൽ പോലും വീഡിയോസ് കാണാറുണ്ടെന്നൊന്നും പറയാറില്ല. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തോറ്റു കൊടുക്കല്. വാശിയുണ്ടെങ്കിൽ എന്തും നേടാൻ പറ്റും. ഇപ്പൊ ഈ ചാനൽ മോണിയായ അവസരത്തിൽ എല്ലാവരോടും പറയുക, എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വേറെ ആരെ ഇമിറ്റേറ്റ് ചെയ്യാതെ, ഞാൻ എൻ്റെ സ്വന്തം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പഠിക്കാനും എൻ്റെ ജോലി ചെയ്യാനും എൻ്റെ 2 മക്കളുണ്ട് കേട്ടോ. എൻ്റെ മക്കളെ നോക്കാൻ, എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കാൻ, എൻ്റെ വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കി, അത് ഒരു ചെറിയ വാടക വീടാട്ടോ. ഈ വാടക വീട്ടിൽ ഇന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നതെന്നറിയോ, നമുക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്. എല്ലാവരും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുവാണെങ്കിൽ
നമുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും 4000 വാച്ച് ഉണ്ടായി വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു കടമ്പയായിട്ടൊന്നും നിൽക്കത്തില്ല. നമുക്കത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്ബാക്കുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് എല്ലാ ഓപ്ഷനും ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരുടെയും മുന്നോട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ടാറ്റാ.